ഇതിപ്പോ ശരത്തേട്ടൻ എടുക്കണ്ടെന്ന് പറയണത് ശരത്തേട്ടൻ എന്നും ഈ ഒരു ഷർട്ടാണ്. ഞാൻ എന്നൊക്കെ വീഡിയോ എടുക്കണം അന്നൊക്കെ ഷർട്ട് സെയിം ഷർട്ടാവും. അത് എപ്പോഴൊക്കെ ഞാൻ ഈ ഷർട്ട് ഇടുന്ന അപ്പോഴൊക്കെയാണ് ജിമ്മി വീഡിയോ കൊണ്ടുവരും. ശരത്തേട്ടന്റെ വീഡിയോയിലൊക്കെ സംസാരിക്കാതിരിക്കുമ്പോ ആരും വിചാരിക്കാതെ ശരത്തേട്ടൻ സൈലന്റ് ആണുള്ളത്. ശരത്തേട്ടൻ ഭയങ്കരായിട്ട് സംസാരിക്കും. പക്ഷെ ശരി അങ്ങനെ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും സുഖമായിരിക്കണമല്ലോ. അപ്പൊ ഇന്നിതേ നമ്മള് ഋതുവിന്റെ മുടി വെട്ടാൻ പോവാണ്. മദീന മാളിലേക്കാണ് പോണത്. നമ്മൾ അന്ന് പോയപ്പോ ദാഫ്സയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ മദീന മാളിലേക്കാണ് കേട്ടോ മുടി വെട്ടാൻ പോണത്. അന്ന് അവൻ തീരെ കരഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഇപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം ആളുടെ പനി പിടിച്ചിട്ട് ഇപ്പൊ ഒന്ന് ശരിയായി വന്നിട്ടേ ഉള്ളൂ. നമ്മൾ മുടി വെട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവന്റെ കപക്കെട്ട് കാര്യങ്ങളൊക്കെ കൂടാനും ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്തായാലും ഇന്നലെ പോയി മുടി വെട്ടാന്ന്. ഒതുങ്ങിയിരിക്കണമൊക്കെ ഉണ്ട്. ഇപ്പൊ ഇനിയിപ്പോ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. ഇപ്പൊ പനി പിടിച്ച കാരണം തന്നെ ആൾക്ക് ചെറിയൊരു വാശി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് സെറ്റ് ആവണം. ഇപ്പൊ പനിയില്ല കേട്ടോ, പനിയൊക്കെ മാറി. 2 ദിവസമായി പനി മാറിയിട്ട്, എന്നാലും ആളുണ്ട് ഓക്കെ ആയിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 5 മിനിറ്റ്സ് മതിട്ടാ നമ്മുടെ റൂമിൽ നിന്ന് മദീന മാളിലേക്ക്. 5 മതിയില്ല ചേർത്തേട്ടാ ശരിക്കും പറയുകയാണെങ്കിൽ. പക്ഷെ ഈ ട്രാഫിക് ഒക്കെ കഴിഞ്ഞ് അങ്ങോട്ട് എത്തുമ്പോഴത്തേനും 10-20 മിനിറ്റ് ഒക്കെ ആവും. അതാണ് ഒരു പ്രശ്നമുള്ളത്. 20 മിനിറ്റ് ഒന്നും ആവില്ല, ഞാൻ ഒരു അതിശയോക്തി പറഞ്ഞതാണ്. 10 മിനിറ്റ് ഒക്കെ ആവും. അപ്പൊ അതായത് കണ്ട ഇപ്പൊ തന്നെ കീട സ്വഭാവമൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു അവൾക്ക്. ഷാർജ സൈഡിലേക്കുള്ള ട്രാഫിക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. ലെഫ്റ്റ് സൈഡില് ഭയങ്കര ട്രാഫിക്കാണ്. നമ്മൾ ഇതേ നേരെ കാണുന്നതാണ് നമ്മുടെ ആസ്റ്റർ ഹോസ്പിറ്റൽ കേട്ടോ. അന്ന് ഋതുവിന് പനിയായപ്പോ നമ്മള് രാത്രി ഒരു 11 മണിയാകുമ്പോ നമ്മള് ആസ്റ്ററിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആസ്റ്റർ നമ്മുടെ റൂമിന്റെ അടുത്ത് തന്നെ കേട്ടോ, ഒരു 5 മിനിറ്റ്സ് തന്നെ ഉള്ളൂ. നമ്മളിതേ മദീന മാളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങൾ ജസ്റ്റ് മാക്സിലൊക്കെ ഒന്ന് പോയി. അപ്പൊ അതിന്റെ വീഡിയോ എടുക്കാന്നൊക്കെ വിചാരിച്ചു, പക്ഷെ പറ്റിയില്ല. വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ വീണ്ടും വന്നിരിക്കുകയാണ് ഋതുവിന്റെ മുടിയൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട്. പിന്നെന്താ, ഇന്നലെ ഞങ്ങള് പാൻ ഹോംസിലേക്ക് കൂടെ പോയിണ്ടായിരുന്നു കേട്ടോ. അതേ നോക്ക്, ഇവിടെയുള്ള വണ്ടികൾ മുഴുവൻ മദീന മാളിലേക്കുള്ളതാണ് കേട്ടോ. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഋതുവിന് ഈ ഒരു എസ്കലേറ്ററിൽ കയറുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് അവനെ നിർത്തുമൊന്നുമില്ല, വീഴാൻ ചാൻസ് കൂടുതലാണല്ലോ. അപ്പം നമ്മൾ പിടിച്ചിട്ട് അവനെ എങ്ങനെ നിർത്തും. പിന്നെ പുറത്ത് പോയി കഴിഞ്ഞാൽ അവൻ കൂടുതൽ ശരത്തേൻ്റെ ഒപ്പം ഔട്ട്. എൻ്റെ അടുത്താണ് ഞാൻ എടുക്കണേക്കാളും കൂടുതൽ അവൻ ശരത്തേൻ്റെ അടുത്തേക്കാണ് എപ്പോഴും പോവുക. കാരണം അവൻ എന്തെങ്കിലും ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ശരത്തേട്ടനാണെന്നുണ്ടെങ്കിൽ അവിടെ നിർത്തി അവൻ ഓരോന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഓരോ സാധനത്തിലൊക്കെ അവനെ കയറ്റി ഇരുത്തലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവനറിയാം എൻ്റെ അടുത്താണെങ്കിൽ ഇതൊന്നും നടക്കില്ല, ശരത്തേൻ്റെ അടുത്താണെങ്കിലാണ് ഇതൊക്കെ പറ്റുള്ളൂ എന്നറിയാതെ. കാരണം തോന്നുന്നു എൻ്റെ അടുത്തേക്ക് ആൾ അങ്ങനെ വിരൽ കുറവാണ്. റൂമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ പുറത്ത് പോയി കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വരാൻ കുറച്ച് മടിയാണ് ആൾക്ക്. നമ്മൾ നേരെ ഫുഡ് കോർട്ടിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ്. കാരണം വൈകുന്നേരം ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നേരെ ഫുഡ് കോർട്ടിൽ പോയിട്ട് ശരത്തേട്ടോട് ഷവർമ്മ പറഞ്ഞു. കാരണം എനിക്ക് വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ശരത്തേട്ടോട് ഷവർമ്മ പറഞ്ഞു. പിന്നെ നമ്മൾ അവിടെ ഇങ്ങനെ ചുറ്റി കറങ്ങുമ്പോഴായിരുന്നു ഒരു അവക്കാഡോ ഷേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഋതുവിന് അത് ഇഷ്ടമാണ്. അപ്പോൾ അത് തീരെ തണവില്ലാതെ അത് വാങ്ങി. അപ്പോൾ അവനത് കഴിച്ചു. പിന്നെ അവനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിനെന്താ എനിക്ക് പറയാമെന്നറിയില്ല, അത് പിടിച്ചിങ്ങനെ നടക്കണം. അപ്പോൾ അതിൻ്റെ ആ വൈബ്രേഷൻ ഫസ്റ്റ് വരുമ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നു. എന്താണെന്നറിയില്ല, അതിനൊരു സൗണ്ടും ഇങ്ങനെ വരുമല്ലോ. അപ്പോൾ അത് പിടിച്ചിട്ട് ആൾ നടന്നു. ഞാനും കുറച്ച് നേരം ഫോണൊക്കെ എടുത്ത് അവൻ്റെ പിന്നാലെ നടക്കലായിരുന്നു എൻ്റെയും പണി. പിന്നെ നമ്മൾ വീണ്ടും അവിടെ ജസ്റ്റ് ഒന്ന് കറിയാം. കാരണം നമ്മൾ അലാദിൻ എന്ന് പറഞ്ഞുള്ള ഒരു കിഡ് സലൂണിലായിരുന്നു മുടി വെട്ടാൻ പോയിട്ടുണ്ടായിരുന്നത്. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒന്നും കൂടി ഫുഡ് കോർട്ടിലൊക്കെ ഒന്ന് കറങ്ങി. അപ്പോൾ ഒരു മോമോസിൻ്റെ ഷോപ്പ് കണ്ടു. അപ്പോൾ ശരത്തേട്ടൻ പറഞ്ഞു അടിപൊളിயாக തോന്നുന്നു, നമുക്ക് കഴിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു സ്റ്റീംഡ് മോമോസ് ആയിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് കഴിച്ച് നോക്കുന്നത്. എനിക്കെന്തോ അതിൻ്റെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമായില്ല. ശരത്തേട്ടൻ പറഞ്ഞു വലിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അതിൻ്റെ ഡിപ്പും പിന്നെ അതേപോലെ തന്നെ അതിൽ സ്റ്റഫ് ചെയ്തുള്ള ആ ചിക്കൻ്റെ ടേസ്റ്റ് ആണെന്നുണ്ടെങ്കിലും പിന്നെ ഓൾട്ടോവിധം എനിക്കെന്തോ ഒരു ഇഷ്ടമായില്ല വല്ലാതെ. ഞാൻ കഴിച്ച് നോക്കുന്ന ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് മേ ബി ഇടാം കേട്ടോ. അത് ഞാൻ മറ്റേ പോർട്രേറ്റ് മോഡിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതാണ് ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാഞ്ഞത്. അത് നമ്മൾ പകുതിയോളം അതങ്ങനെ ബാക്കി വെച്ചോട്ടെ, വല്ലാതെ കഴിച്ചില്ല. അത് ടേസ്റ്റ് ഒട്ടും അത് ഇഷ്ടമായില്ല. പിന്നെ നമ്മൾ വീണ്ടും സലൂണിൽ പോയപ്പോൾ വീണ്ടും ഒരു 3 കുട്ടികളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ലേറ്റ് ആവുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ദാഫ്സയിലേക്ക് പോയി. ദാഫ്സ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് ഒരു കിഡ് സലൂൺ ഉണ്ട്. ഋതുവിൻ്റെ ഫസ്റ്റ് ഹെയർ കട്ടും അവിടെ നിന്ന് തന്നെയായിരുന്നു. പിന്നെ നമ്മൾ ചേച്ചിയുടെ റൂമിലേക്കൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ. അതിൻ്റെ തൊട്ടടുത്താണ് ചേച്ചിയുടെ റൂം.
പക്ഷേ നമ്മൾ രാത്രി ഉണ്ടായിരുന്നു അവിടെ എത്തുമ്പോൾ. പിറ്റേ ദിവസം ശരത്തേൻ്റെ ഡ്യൂട്ടി ഉണ്ട്. നമ്മൾ റൂമിലേക്കൊന്നും പോയില്ല, നേരെ സലൂണിൽ പോയി. കണ്ടപ്പോൾ അവൻ്റെ മുടി ഭയങ്കരമായിട്ട് കൂടിയുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഞാൻ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അത്യാവശ്യം നല്ല കട്ടിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ പനിയായിപ്പോൾ 2-3 ദിവസമാണ് തലേന്ന് നനയ്ക്കാത്ത കാരണം തന്നെ പെട്ടെന്ന് ആൾ വേർക്കുമ്പോഴൊക്കെ അതങ്ങനെ ഇരിക്കും തലയിൽ. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും വിചാരിച്ചു നന്നായിട്ട് തന്നെ കട്ടി കുറയ്ക്കാം. ഞങ്ങൾക്ക് ഇഷ്ടമല്ല, വല്ലാതെ കുറയ്ക്കണത് ഇഷ്ടമല്ല. പക്ഷേ ഇപ്രാവശ്യം വെട്ടിയപ്പോൾ ഇത്രയ്ക്കധികം കുറയൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ആ ഒരു സമയത്ത് ആൾ ഇത്ര മതിയിലെന്ന് ചോദിക്കുമ്പോഴൊക്കെ നമ്മൾ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ വെട്ടിക്കഴിഞ്ഞപ്പോൾ അയ്യോ ഇത്രയ്ക്കധികം വേണ്ടായിരുന്നില്ല എന്ന് തോന്നി, സത്യം പറഞ്ഞാൽ കേട്ടോ. പിന്നെ ആൾ ഋതുവിനെ ഇങ്ങനെ കുറേയൊക്കെ എൻഗേജ്ഡ് ആക്കാനും എൻ്റർടൈൻ ചെയ്യിക്കാനും വേണ്ടിയിട്ട് കുറേ സംഭവങ്ങളൊക്കെ ആൾ കുറേ വീഡിയോസ് കാര്യങ്ങൾ കാണിച്ചു. പിന്നെ ആ ട്രിമ്മറായിട്ട് അവനിങ്ങനെ തലയിൽ അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ തട്ടിയപ്പോൾ ആൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് അറിയായിരുന്നു വലിയ കരയൊന്നും ഇല്ല. പിന്നെ ഈ പനി മാത്രമായിരുന്നു ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നത്. അല്ല, പനി കഴിഞ്ഞാൽ അധികം ആയിട്ടില്ലല്ലോ. അപ്പോൾ അത് കാരണം അവന് ആ ഒരു വാശി ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമേ നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ചിലപ്പോൾ കരയോ എന്നുള്ളത്. പക്ഷെ അവൻ കരയൊന്നും ചെയ്തില്ല കേട്ടോ. അവന് ഓക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിലുള്ള മിററും നോക്കിയിട്ട് ആൾ അങ്ങനെ ഉഷാറായിട്ടിരുന്നു. വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആളും പറഞ്ഞു കേട്ടോ, ഗുഡ് ബോയ് ആണല്ലോ, അങ്ങനെ കരയണമൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ കാത്തൂൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ അവൻ അത് നോക്കിയിരുന്നു കേട്ടോ. ഈ കവറ് സംഭവങ്ങളൊക്കെ മേലിടുമ്പോഴും ആൾ ഒതുങ്ങിയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് അതിങ്ങനെ വായിലിടാൻ പോയെങ്കിലും പിന്നെ നമ്മളത് മാറ്റിയപ്പോൾ പിന്നെ അതിൻ്റെ ശ്രദ്ധ അങ്ങനെ വിട്ടു. അവന് ഒതുങ്ങിയിട്ട് തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യം ഇങ്ങനെ കട്ട് ചെയ്തപ്പോൾ 2 സൈഡിൽ ട്രിം ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇങ്ങനെ തന്നെ മതി. പിന്നെ ഈ സെൻറ്റർ ഭാഗത്തിൽ ചെറുതായിട്ടൊന്ന് കട്ടി കുറച്ചാൽ മതി എന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലാസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം എത്രത്തോളം കുറഞ്ഞു എന്നുള്ളത്. നമ്മൾ ഇത്രത്തോളം കുറയുമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടായിരുന്നില്ല. അതേ നോക്കുക, അവൻ്റെ മുഖയോ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നും അതൊക്കെ അവൻ്റെ ഫേസൊക്കെ നോക്കുമ്പോൾ അയ്യോ ഇത്ര വെട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.